ഹലോ അപ്പോൾ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ഈ ഒരു അംബേദ്കർ നൈറ്റ് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടു, അനുഭവിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ ഈ ഒരു സദസ്സിന് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. കാരണം ഈ ഒരു സദസ്സാണ് ഈ ഒരു പരിപാടി എത്രത്തോളം കളറാക്കിയത്. അപ്പോൾ നമുക്കറിയാം, അംബേദ്കർ എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ, ജനാധിപത്യത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഒരു മഹാ വ്യക്തിയാണ്. അപ്പം അദ്ദേഹം മരിച്ചിട്ട് കുറേ കാലം കഴിഞ്ഞു. എന്നിരുന്നാലും അദ്ദേഹത്തെ ഇന്നും ഇവിടെയുള്ള മനുഷ്യർ ഓർക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും എഴുത്തുകൾക്കും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾക്കുമൊക്കെ ഇന്നും ഈ ജനാധിപത്യം, ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രസക്തിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ ഒരു പരിപാടി നിലമ്പൂർ ഭാഗത്ത് അകമ്പാടത്ത് നമ്മൾ പ്ലാൻ ചെയ്തത്. നിങ്ങൾക്കറിയാം, മലപ്പുറം ജില്ലയുടെ ഒരു അറ്റമാണ് ഈ ഭാഗം. ഇവിടെയുള്ള സദസ്സിലുള്ള പല ആളുകളും മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും അംബേദ്കറിന്റെ ആശയങ്ങളോട് അത്രത്തോളം കൂറു പുലർത്തുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അംബേദ്കർ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ മുട്ടുമടക്കി യാചിക്കുന്നതിനേക്കാൾ നല്ലത് നെഞ്ചു വിരിച്ച് പോരാടുന്നതാണ്. ആ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ നിരന്തരമായിട്ട് അനീതികൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ, ഭരണകൂട വിവേചനങ്ങൾക്കെതിരെ പോരാടും. ആ പോരാട്ടത്തിന്റെ പ്രതീകമാണ് ഫ്രട്ടേണിറ്റി. ആ പോരാട്ടത്തിന്റെ മുന്നിലുള്ള പോരാളികളാണ് ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകര്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ നമ്മൾ ഈ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിന് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യമായി തന്നെ ഈ ഒരു ഫ്രട്ടേണിറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ അംബേദ്കർ നൈറ്റിന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോപു തോന്നക്കൽ, അദ്ദേഹത്തിന് ഹാർദവമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് അധ്യക്ഷത വഹിച്ച ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് VTS ഉമ്മർ തങ്ങൾ, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അമീൻ യാസിർ, അതുപോലെ ആശംസാ പ്രസംഗം നടത്തിയ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സുജിത് P, അതുപോലെ തന്നെ ഏറനാട് മണ്ഡലം വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് മജീദ് ചാലിയാർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ ഏറ്റവും ഭംഗിയായിട്ട് അംബേദ്കറിന്റെ രാഷ്ട്രീയം പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട നിലമ്പൂരിലെ ആദിവാസി സമര പോരാട്ടങ്ങളുടെ നായിക ബിന്ദു വൈലാശ്ശേരി ചേച്ചി, അവർക്കും കൃത്യമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അവസാനമായിട്ട് ഈ ഒരു ഇവന്റിനെ എത്രത്തോളം ഭംഗിയാക്കിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട റംസാൻ ആൻഡ് ടീം, വൈലാശ്ശേരിയിലുള്ള റംസാൻ ആൻഡ് ടീം, അവരവതരിപ്പിച്ച ഓരോ പ്രോഗ്രാമുകളും നമ്മളെ കണ്ണുകളെല്ലാം വിസ്മയിപ്പിക്കുന്നതായിരുന്നു. അവർക്കും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഹൃദ്യമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അവസാനമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഒരുപാട് പാട്ടുകൾ പാടി, ഒരുപാട് കഥകളിലൂടെ റാപ്പുകൾ അവതരിപ്പിച്ച് ഈ ഒരു സദസ്സിനെ ഇത്രത്തോളം ഊർജത്തോടെ ഈ ഒരു സദസ്സ് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ ഉറപ്പു തരുന്നു, നിങ്ങൾ നൽകിയ ഊർജം നമുക്ക് മുന്നിലുണ്ട്. ഈ ഒരു സാഹോദര്യ കലാസംഘം അവതരിപ്പിച്ച ഈ ഒരു പ്രോഗ്രാമിന് നമ്മുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഹൃദ്യമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ മനസ്സിലൊക്കെയും ഈ തീ ഉണ്ടാവണം. ഈ തീ തന്നെയാണ് നമുക്ക് പോരാടാനുള്ള ഊർജവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്ഥലം നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ നമ്മളുമായിട്ട് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്, ഇവിടുത്തെ കടക്കാർ, അതുപോലെ തന്നെ ഈ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇവിടെയുള്ള ആളുകൾ. അപ്പോൾ എല്ലാവർക്കും നമ്മളുമായിട്ട് സഹകരിച്ച് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് എത്രത്തോളം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടെ നിന്ന എൻ്റെ സഹപ്രവർത്തകരുണ്ട്. എല്ലാവരെയും അവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. ജയ് ഫ്രട്ടേണിറ്റി.